അങ്ങനെ 14 ദിവസത്തിന് ശേഷം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സൂര്യൻ ഉദിച്ചതോടെ ഇനി ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 ദൗത്യം ഉണരുമോ എന്നറിയുവാനുള്ള കാത്തിരിപ്പിലാണ് ശാസ്ത്രലോകം. സെപ്റ്റംബർ 4 രാവിലെ 8 മണിക്ക് സ്ലീപ്പ് മോഡിലേക്ക് മാറിയ ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറും സെപ്റ്റംബർ 2 ഉറക്കത്തിലേക്ക് പോയ പ്രഗ്യാൻ റോവറും ഉണർന്ന് വീണ്ടും പ്രവർത്തനം തുടങ്ങുമെന്നാണ് ISROയുടെ പ്രതീക്ഷ. നമുക്കറിയാം, ചന്ദ്രനെക്കുറിച്ച് ഇതുവരെ അറിയാത്ത പല രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവന്ന ഇന്ത്യയുടെ അഭിമാന ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 3. സ്ലീപ്പ് മോഡിലേക്ക് പോകും മുൻപ് വിജയകരമായി പൂർത്തിയാക്കിയ ചാട്ടവും രണ്ടാം സോഫ്റ്റ് ലാൻഡിങ്ങും ഇസ്രോ എഞ്ചിനീയറിംഗിന്റെ മികവിന്റെ സാക്ഷ്യം തന്നെയാണ്. ദൗത്യ കാലാവധി വിജയകരമായി പൂർത്തിയാക്കിയെങ്കിൽ കൂടിയും ലാൻഡറും റോവറും വീണ്ടും എണീറ്റാൽ അത് വൻ നേട്ടമാണ്. ഇത് സംബന്ധിച്ചുള്ള വിവരം 22-നാണ് നമുക്ക് ലഭിക്കുക. ന്യൂക്ലിയർ ഹീറ്റിംഗ് സംവിധാനമൊന്നുമില്ലാതെ ചാന്ദ്രരാത്രിയിലെ അതിശൈത്യം അതിജീവിക്കുവാൻ ലാൻഡറിനായാൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യയുടെ മികവിന്റെ സാക്ഷ്യമാകും അത്. ചന്ദ്രനിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞെങ്കിലും ലാൻഡറിന്റെ സോളാർ പാനലുകൾക്ക് ഊർജോൽപാദനം നടത്തുവാൻ ആവശ്യമായ അത്രയും പ്രകാശം ചൂടും എത്തുവാൻ ഇനിയും കാത്തിരിക്കണം. 22 ആകുമ്പോഴേക്കും സാഹചര്യം അനുകൂലമാകുമെന്നാണ് ഇസ്രോയുടെ കണക്കുകൂട്ടൽ. എന്തായാലും ഇനി ലാൻഡറും റോവറും സ്ലീപ്പ് മോഡിൽ നിന്നും ഉണർന്ന് വീണ്ടും പ്രവർത്തിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ശാസ്ത്രലോകം.